അപ്പോൾ ഞാൻ ഫയർ പ്ലേസ് കത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഫയർ പ്ലേസ് കത്തിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ റൂമിൻ്റെ അകത്ത് ടെമ്പറേച്ചർ 16.6. അപ്പോൾ എന്ത് ടെക്നിക്കാണ് ഞാൻ ഫയർ പ്ലേസ് കത്തിക്കുന്നത് എന്നുള്ളത് പറയുന്നത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. നമ്മുടെ ഫയർ പ്ലേസ് അല്ലെങ്കിൽ ഫയർ സ്റ്റൗ മലയാളികൾ അധികം ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ അത് ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ വുഡ് ബേണർ. അപ്പൊ ഇത് മൾട്ടി ഫ്യൂവൽ സ്റ്റൗ ആണ്. അപ്പൊ ഇതിന്റെ നമുക്ക് കൽക്കരിയും നമുക്ക് വുഡും കത്തിക്കാം. അപ്പം ഞാൻ എങ്ങനെയാണ് എന്റെ കത്തിക്കലിനുള്ള ടെക്നിക്ക്, അത് ഞാൻ കുറച്ചു നാളായിട്ട് ഉപയോഗിക്കുന്നു. അപ്പം എന്ത് മെത്തേഡാണ് എനിക്ക് സൂട്ടായിരുന്നു തോന്നിയെന്നുള്ളത് ഞാൻ പറയാം. ആദ്യം രണ്ട് എയർ വെന്റും ഫുള്ള് ഓപ്പൺ ആക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് നല്ല ഈസി ആയിട്ട് കത്തുന്ന വുഡുണ്ട്. അതാണ് ഇത്. നമുക്ക് കടയിൽ കിട്ടും. അത് 2.5 പൗണ്ടൊക്കെ ഉള്ളൂ. അപ്പൊ ഇത് പെട്ടെന്ന് തീ പിടിക്കുന്ന കിൻഡ്ലിംഗ് എന്ന് പറയുന്ന കിൻ ഡ്രൈഡ് കിൻഡ്ലിംഗ് ഇതുണ്ടെങ്കിലാണ് എളുപ്പമുള്ളൂ. അല്ലെങ്കിൽ ഈ വുഡ് കത്തിക്കാന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കുന്ന വേറൊരു സാധനമാണ് പെട്ടെന്ന് തീ പിടിക്കാൻ പാകത്തിന് ഫ്ലെയിം ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഐറ്റം. ഇതിന് വേണ്ട 1 പൗണ്ടിൽ താഴെ ഉള്ളൂ. ഇത് നമുക്കൊരു 24 ഫയർ വരെ കത്തിക്കാം. ഇതും വളരെ ഹെൽപ്ഫുൾ ആണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഈ പണി എളുപ്പത്തിൽ നടക്കുള്ളൂ. അല്ലാതെ നമ്മൾ തീപ്പെട്ടി ഉപയോഗിച്ച് പിടിച്ചാൽ കുറേ സമയമെടുക്കും. അപ്പൊ അതിനായിട്ട് ആദ്യം നമുക്ക് ചെറിയ തടി കഷ്ണങ്ങൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഞാൻ 2 സോഫ്റ്റ് വുഡും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ പെട്ടെന്ന് തീ പിടിക്കും. നമുക്കൊന്ന് തീ ആയി അത്യാവശ്യം കനലായി കഴിഞ്ഞാൽ പിന്നെ ഏത് വുഡിട്ടാലും പെട്ടെന്ന് നമുക്ക് തീ കത്തിപ്പിടിച്ചോളൂ. അപ്പൊ നമുക്ക് സോഫ്റ്റ് വുഡ് ആദ്യം ഏറ്റവും ബോട്ടത്തിലേക്ക് ഇടാം. എന്നിട്ട് അതിന്റെ മേളിലേക്ക് നമുക്ക് ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഞാനിപ്പോ ജസ്റ്റ് പെട്ടെന്ന് കാണിച്ചു പോവാം. ഇതിന് ഒരു സ്റ്റാക്ക് ചെയ്യുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. അതിനൊരു പ്രത്യേക രീതി സ്റ്റാക്ക് ചെയ്താൽ അത് പെട്ടെന്ന് വളരെ എക്കണോമിക്കലായിട്ട് പിടിക്കും. ഇതാണ് ഫയർ സ്റ്റാർട്ടർ. ഇത് ഫ്ലെയിം ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫയർ സ്റ്റാർട്ടറാണ്. അപ്പൊ ഇത് വെക്കുക. നമുക്ക് തീയിനെ കൊടുക്കാം. ഫ്ലെയിം ഫാസ്റ്റിലേക്ക് ഫയർ സ്റ്റാർട്ടറിലേക്ക് ഇത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിലേക്ക് നമുക്കൊരു 2 കിൻഡ്ലിംഗും കൂടെ വെച്ചു കൊടുക്കാം. ഇതിലേക്കാണ് ആദ്യം തീ പിടിക്കുന്നത്. ഇത് കനലാവുമ്പോഴേക്കും നമുക്ക് ഈസി ആയിട്ട് മറ്റ് കട്ടി കൂടിയ വുഡുകളും കൂടെ വെച്ചാൽ അത് പിടിച്ചോളും. നല്ല എയർ പാസേജ് കിട്ടുന്ന രീതിയിൽ അടുക്കി വെച്ചാൽ വളരെ പെട്ടെന്ന് ഇത് കത്തിപ്പിടിച്ചോളും. എയർ വെന്റ് മുകളിലത്തെയും താഴത്തെയും ഓപ്പൺ ആണ്. നമുക്ക് പയ്യെ ഒന്ന് ചാരി കൊടുത്താൽ മതി. കാരണം കത്തുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഓക്സിജൻ വേണം. അപ്പോൾ അതിനുള്ള എയർ കൊടുക്കണം. അടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ എയർ റെസ്ട്രിക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഒന്ന് ചാരി വെച്ചാൽ മതി. ഈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചിടാം. ഓക്കെ, ഇപ്പൊ തീ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇത് അത്യാവശ്യം കനലായി കഴിഞ്ഞിട്ട് നമുക്ക് വലിയ വുഡിടാം. അത്യാവശ്യം തീയായി വരുന്നുണ്ട്. ഇത് കണ്ടാൽ അറിയാം നല്ല നമ്മുടെ കിൻഡ്ലിംഗ് ആണ് ആദ്യം പിടിക്കണേ. ഇപ്പൊ തുറന്നിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് ചൂടാവുമ്പോഴേക്കും മുകളിലേക്ക് ഒരു ഡ്രാഫ്റ്റ് വരും. ഈ ഡ്രാഫ്റ്റിൽ ഹോട്ട് എയർ മുകളിലേക്ക് വലിച്ചെടുക്കുന്നതുകൊണ്ട് നമ്മുടെ റൂമിലേക്ക് പുകയോ ഒന്നും വരില്ല. അപ്പൊ അതാണ് അതിന്റെ ടെക്നിക്ക്. ഇപ്പൊ നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 16.6 ആണ്. നമുക്ക് എത്രത്തോളം ഇന്ന് നമുക്ക് ടെമ്പറേച്ചർ ഇതിൽ നിന്ന് കയറ്റി കിട്ടുമെന്ന് നോക്കാം. ഇത് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് തീ പിടിക്കട്ടെ. ഓക്കെ, അത്യാവശ്യം കനലായി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി വീഡിയോ കാണിക്കാം. അപ്പം ഞാൻ ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ വ്യത്യാസം എന്നാന്നുള്ളത്. ശരിക്കും നമുക്ക് ഒരു വുഡ് സ്റ്റൗ ഒക്കെ ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ഗ്ലാസ് ഒക്കെ നല്ല വൃത്തിയാക്കിയാലാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം എങ്ങനെയാണ് എളുപ്പത്തിൽ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നതെന്നുള്ളത് ഞാനൊരു വീഡിയോ ആക്കി കാണിച്ചു തരാം.
ഒരുപാട് പ്രോഡക്റ്റ് ഒക്കെ കിട്ടും, പക്ഷെ അതിൻ്റെ അത് ആവശ്യമില്ല, ഒരു ചെറിയ ടെക്നിക്ക് മതി. അപ്പം അതിൻ്റെ കറയൊക്കെ എങ്ങനെയാണ് കളയണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ചെറിയ വുഡും സോഫ്റ്റ് വുഡ് അടിയിൽ കിടക്കുന്നതൊക്കെ അത്യാവശ്യം ഒന്ന് ചൂടായിട്ടുണ്ട്. നമ്മുടെ ഫ്ലൂ പൈപ്പിലെ ടെമ്പറേച്ചർ അങ്ങ് അനങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ, എന്നാലും അത്യാവശ്യം ഇനഫ് ഹോട്ടുണ്ട്. നമുക്ക് ആ ചെറിയ ചെറിയ വുഡ് പീസുകളൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ വുഡ് പീസാണ് ഇടുന്നത്. ലെറ്റ്സ് സീ, നമുക്കത് പയ്യെ പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഇടാം. ഓക്കെ, ഇടുന്ന പയ്യെ തീ പിടിക്കട്ടെ. ഇപ്പം നമ്മുടെ ഫയർ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഞാൻ 1-2 ചെറിയ വിറക് കഷ്ണം കൂടി ഇട്ട് കൊടുത്തായിരുന്നു. അപ്പം അത്യാവശ്യം തീ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതിൻ്റെ ഡോറ് ക്ലോസ് ചെയ്തു. അപ്പം ഡോറെ പിടിക്കാം. വലിയ ടെമ്പറേച്ചർ ആയില്ല. നമ്മുടെ ഗേജ് മീറ്ററിൽ ഇപ്പോൾ ഒരു 200 ഡിഗ്രി ആയില്ല, ഒരു 170 ഡിഗ്രി ആയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഫയർ ആയിട്ടുണ്ട്, നല്ല ഹീറ്റ് വരാൻ തുടങ്ങി. അപ്പം ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ ഞാൻ സാധാരണ ഫയർ പിടിപ്പിക്കാറ്. ഇനി പയ്യെ പയ്യെ കത്തിത്തീരുന്നതനുസരിച്ച് ആ കനലിന്റെ മുകളിലേക്ക് എത്ര വലിയ പീസ് ഇട്ടാലും, നമുക്കിതുപോലത്തെ വലിയ പീസുകൾ ഇട്ടാലും അവന് ഈസി ആയിട്ടങ്ങ് പിടിച്ചോളും. പിന്നെ നല്ല ഒരു 200 എപ്പോയൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എയർ കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് ലോങ്ങർ ആയിട്ട് നമുക്ക് കത്തിക്കാം. ഒരു 1 hour 2 hour ഒക്കെ ഒരു വുഡ് പീസ് നിൽക്കുന്ന രീതിയിലൊക്കെ കത്തിച്ചാൽ നമുക്ക് എക്കണോമിക്കലും കൂടുതൽ നേരം ഹീറ്റ് കിട്ടുന്ന ലെവലിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.